ആദർശിനെ അത്ര നിസ്സാരമായിട്ട് കാണാൻ കഴിയില്ല. അതിലുപരി അനന്തമൂർത്തി ഇപ്പൊ തന്നെ അമേരിക്കൻ കമ്പനിയുടെ എല്ലാ ഡീറ്റെയിൽസും എടുത്തു കാണും. ഞാനും അത് എടുത്തിട്ടുണ്ട്. പക്ഷെ പാരമ്പര്യവും പരിചയസമ്പത്തും എന്നേക്കാൾ കൂടുതൽ ഈ മേഖലയിലുള്ളത് അനന്തമൂർത്തിക്കാണ്. പിന്നെ അച്ഛൻ നേരത്തെ പറഞ്ഞതോ വലിയൊരു തകർച്ചയാണ് മുത്തശ്ശനെയും മൂർത്തീസ് ജ്വല്ലറിയും കാത്തിരിക്കുന്നതെന്ന്. അതിൽ മാറ്റം ഒന്നുമില്ല. അതിന്റെ തുടക്കം ഇവിടെ നിന്നാകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എന്നാൽ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് മൂർത്തിയുടെ സ്വാധീനം ഉപയോഗിച്ച് ആദർശിനെ ദുബായിൽ നിന്ന് രക്ഷിച്ചത്. അല്ലെങ്കിൽ ഇപ്പോഴവൻ അവിടെ ജയിലിലായിരുന്നേന്. ഈ ഡീൽ ഉറപ്പിക്കാൻ ആദർശിന് പകരം അനന്തമൂർത്തിക്ക് പോകേണ്ടിയും വന്നേന് നമ്മള്. അങ്ങനെ അച്ഛനെ മറികടക്കാൻ സ്വാധീനമുള്ള മുത്തശ്ശനെ ഇവിടെ നമുക്ക് പരാജയപ്പെടുത്താൻ പറ്റുമോ? അയാളെ പറ്റില്ല. പക്ഷേ ഡീൽ ഉറപ്പിക്കാൻ പോകുന്നത് അയാളുടെ കൊച്ചുമോനാണ്. മുത്തശ്ശനോളം കഴിവും പ്രാപ്തിയുള്ള ആളാ ആദർശേട്ടൻ. അതെനിക്കറിയാലോ. എന്തായാലും മുംബൈയിൽ ഒരു വാശിയേറിയ മത്സരം പ്രതീക്ഷിക്കും. 5 കൊല്ലത്തേക്കാണ് US കമ്പനി ഡീൽ ഉറപ്പിക്കാൻ. കോടികളുടെ ബിസിനസ്സാണ്. ആ ഡീല് കഴിയുമ്പോ തന്നെ അത് വാർത്തയാകും. അതോടെ ആരാണോ അവിടെ വിജയിക്കുന്നത് അവരുടെ ഷെയർ കുതിച്ചു വരും. മൂർത്തിസ് ജ്വല്ലറിക്ക് ആ ബിസിനസ് നഷ്ടപ്പെട്ടാൽ ഇപ്പൊ താഴേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഗ്രാഫ് കുറച്ചുകൂടി താഴും. അതായത് നമുക്കത് കിട്ടിയില്ലെങ്കിൽ പോലും മൂർത്തിസ് ജ്വല്ലറിക്ക് ആ ബിസിനസ് കിട്ടാനേ പാടില്ല. അങ്ങനെ വന്നാൽ രണ്ടുണ്ട് ഗുണങ്ങൾ. ഒന്ന്, മൂർത്തിസ് ജ്വല്ലറിയുടെ പതനം. പിന്നെ ആദർശ് എന്ന മൂർത്തിയുടെ കൊച്ചുമോന്റെ പുറത്തേക്കുള്ള പോക്ക്. അതായത് ജ്വല്ലറിന്ന് കൊച്ചുമോനെ മുത്തച്ഛൻ മാറ്റി നിർത്തേണ്ടി വരുമെന്ന്. ആദർശേട്ടന്റെ കാര്യത്തില് ഒരുപാട് വിട്ടുവീഴ്ച ചെയ്യുന്ന കൂട്ടത്തിലാ മുത്തശ്ശൻ. എന്ത് വിട്ടുവീഴ്ച നമ്മളീ പറയുന്നത്? ആദർശ് കമ്പനി ഏറ്റെടുത്ത ശേഷം മൂർത്തിയേക്കാളും നല്ല പ്രകടനമാണ് അവൻ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അവനോടുള്ള മതിപ്പ് അയാൾക്ക് കൂടില്ല. പക്ഷേ ആദർശിന്റെ തെറ്റുകൊണ്ട് ജ്വല്ലറിക്ക് ഒരു വീഴ്ച സംഭവിച്ചാൽ അത് അനന്തമൂർത്തിക്ക് സഹിക്കില്ല. ഞാൻ പറഞ്ഞിട്ടില്ലേ, ബിസിനസിനെയും കുടുംബത്തെയും കൂട്ടിക്കുഴയ്ക്കാത്ത സ്വഭാവമാണ് അയാളുടെ. അതൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ടാണ് നമ്മുടെ ആൾക്കാർ മുംബൈയിലേക്ക് പോയിരിക്കുന്നത്. അമേരിക്കൻ മലയാളികൾക്ക് ട്രഡീഷണൽ ഓർണമെന്റ്സിനോട് താല്പര്യം കൂടുതലാണ്. അത്തരം ആഭരണങ്ങൾ മൂർത്തിസ് ജ്വല്ലറിയുടെ ഒരു ട്രേഡ് മാർക്കാണ്. അതുകൊണ്ട് ഈ ബിസിനസ്സിൽ നമ്മളെക്കാൾ മുൻതൂക്കം അവർക്കാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യത്തിൽ ഒരു സംശയം പ്രകടിപ്പിച്ചത്. നമുക്ക് നോക്കാമോ, ഇവിടെ നമുക്കൊരു പരാജയം സംഭവിച്ചാൽ അത് നമുക്കൊരു പരാജയമൊന്നുമല്ല. ഇനിയും ഇതുപോലുള്ള ഒരുപാട് ഡീലുകൾ വരാൻ കിടക്കുകയാണ്. എന്റെ അമ്മയും അഭിയേട്ടനൊക്കെ ഇപ്പൊ വെറും വീട്ടുജോലിക്കാരാ. അങ്ങനെയാ അവരെല്ലാവരും കാണുന്നത്. അത്രയ്ക്ക് പ്രതികാര ബുദ്ധിയോടെ മുത്തശ്ശനും ആദർശേട്ടനും ഒക്കെ പോകുന്നത് എല്ലാവരും പറയുന്നത് പോലെ എന്റെ അമ്മ ആ വീട്ടിലൊരു അംഗം അല്ലാത്തതുകൊണ്ട് തന്നെയാ. ആ വീട്ടിൽ അംഗമല്ലാത്ത മോളുടെ അമ്മ വീട്ടുകാരത്തെയാവും. ആ കുടുംബത്തിലെ മൂർത്തിക്കും മൂർത്തിയെ സ്നേഹിക്കുന്നവർക്കും സ്ഥാനമില്ലാതാകും. അങ്ങനെ ഒരു ദിവസം എന്റെ മുന്നിൽ ഉണ്ടോ? അതിനെ തടയാൻ ഇനി ആർക്കും സാധിക്കില്ല. ഇപ്പൊ ആദർശനേക്കാളും ടെൻഷനാണല്ലോ അച്ഛനും ഇളയച്ചനും ഒക്കെ. അതുപോലെ ടെൻഷൻ എനിക്കുണ്ട് മോളെ. അവർക്ക് രണ്ടുപേർക്കും കുട്ടിക്കാലം മുതലേ അച്ഛന്റെ സ്വഭാവം അറിയാം. ആദർശിന്റെ സ്ഥാനത്ത് ഇനി മറ്റൊരാൾ MD ആയിട്ട് വരുന്നത് മോളൊന്ന് ആലോചിച്ച് നോക്ക്. ഇതുവരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലല്ലോ. പക്ഷെ ഉണ്ടായേനെ. എന്നാണെന്നറിയോ, ചേട്ടനും അജയനും കമ്പനിയുടെ തലപ്പത്തിരിക്കാൻ പറ്റില്ലെന്ന് അച്ഛന് തോന്നിയ സമയത്ത് അച്ഛന് ശേഷം മറ്റൊരാള് കമ്പനിയുടെ MD ആയേനെ. ആദർശ് കഴിവ് തെളിയിച്ചില്ലായിരുന്നെങ്കിൽ കമ്പനിയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ലാത്ത സ്വഭാവം അച്ഛന്റേത്. അച്ഛനത് നന്നായിട്ടറിയാം. അതുകൊണ്ടാ ആദർശ് പരാജയപ്പെടണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ആദർശിന്റെ പരാജയത്തിന് വേണ്ടി എവിടെയോ പോയി പ്രാർത്ഥിച്ചിട്ട് വരിക. അല്ലെങ്കിൽ രണ്ടാളും കൂടി അമ്പലത്തിൽ പോകേണ്ട കാര്യമൊന്നുമില്ല. കയ്യിൽ പ്രസാദമൊക്കെ ഉണ്ടല്ലോ. അമ്പലത്തിൽ പോയോ? അമ്പലത്തിലെ പ്രസാദം കാണുമ്പോ അറിയാലോ ഏട്ടത്തി പോയി കാണുന്നു. നീയൊക്കെ പോയിട്ട് എന്താ പ്രാർത്ഥിച്ചെന്ന് ഞങ്ങൾക്കറിയാം. നിന്റെ മോൻ കമ്പനിയിൽ ഇപ്പൊ ആരുമല്ല. അവന്റെ അനിയൻ തന്നെ അവനെ പുറത്താക്കി. അതുകൊണ്ട് അതേ ഗതി തന്നെ ഈ വീട്ടിലുള്ള മറ്റുള്ളവർക്ക് വരണമെന്ന് നീയൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. അയ്യോ, അങ്ങനെ ഒന്നും പ്രാർത്ഥിക്കാനല്ല ഞാൻ പോയത്. ഇവന് നല്ല ബുദ്ധി കൊടുക്കണേ ഭഗവാനെ എന്ന് പറയാനാ. അതിന് ഭഗവാൻ മാത്രം വിചാരിച്ച പോരാ പച്ചി. ദേ ഇവനും കൂടി വിചാരിക്കണം. അപ്പോഴേ അമ്പലത്തിൽ പോയി പൂജയും വഴിപാടും ഒക്കെ നടത്തിയല്ലോ. ഇനി ഇപ്പൊ ഇവിടെയും ചില പൂജകളൊക്കെ ഉണ്ട്. മറ്റന്നാള് ആദർശ് പോകുന്നതിന് മുമ്പ് അതിന് വേണ്ട പൂജാ സാമഗ്രികളൊക്കെ വാങ്ങണം. അതിന്റെ ഒരു ലിസ്റ്റ് ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അമ്മായി പറയുന്നോണ്ടൊന്നും തോന്നരുത്. നവ്യ എന്നോട് എപ്പോഴും ചോദിക്കാറുണ്ട് അടിമപ്പണി ചെയ്യുന്നത് എന്തിനാണെന്ന്. അവളോട് മറുപടി പറഞ്ഞ് ഞാൻ മടുത്തു. അതുപോലെ തന്നെ ഞാൻ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്ന എന്തിനാന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ചോദിക്കുമ്പോ അതിന്റെയൊക്കെ കാരണം എന്താണെന്ന് നിനക്കൊക്കെ പറഞ്ഞൂടെ? അത് പറയാൻ പറ്റാത്തിടത്തോളം കാലം ഞങ്ങൾ പറയുന്നത് നിങ്ങൾ രണ്ടുപേരും കേൾക്കേണ്ടി വരും. ഈ വീടിനകത്ത് അങ്ങനെ ആരും എടുക്കരാവണ്ട. ഇവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫലം ഇവനെ വളർത്തിയ നീയും അനുഭവിച്ചേ പറ്റൂ. കുറെ നാൾ കൂടിയാ വീടിനകത്തൊരു പൂജ നടത്താൻ പോകുന്നത്. അതിന് വേണ്ടതെല്ലാം നീ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തിക്കണം. അതിനുശേഷം വേറെയും ചില ജോലികളൊക്കെ ഉണ്ട്. അത് നീ വന്നിട്ട് ഞാൻ പറയാം. ഞങ്ങളെ കൊണ്ട് ശ്വാസം മുട്ടിച്ച് സത്യം പറയിക്കാനാണോ നിങ്ങളൊക്കെ നോക്കുന്നത്? അങ്ങനെയെങ്കിൽ അങ്ങനെ തന്നെ. നവ്യേച്ചോട് സത്യം പറയണോ വേണ്ടോ എന്നുള്ള കൺഫ്യൂഷനില്ല ഞങ്ങളിപ്പോ. എന്റെ അവസ്ഥയൊക്കെ എന്റെ അച്ഛനും അമ്മയ്ക്കും അറിയാം. അതുകൊണ്ട് അമ്മ ചിലപ്പോ എല്ലാം വിളിച്ചു പറയാനൊന്നും പറയാൻ പറ്റില്ല. തെറ്റ് ചെയ്യാതെ ഞങ്ങളൊക്കെ എന്തിനാടി നവ്യയുടെ വായിലിരിക്കുന്നത് കേൾക്കുന്നത്? അപ്പൊ പിന്നെ ഇതൊക്കെ നിനക്ക് ഇവനും കേട്ടാ പോലെ. കേട്ടോളാം. അമ്മ ഒന്ന് വെറുതെ ഇരിക്കും. അമ്മായി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ മതി, അത് ഞാൻ ചെയ്തോളാം. പക്ഷെ ഒരു അപേക്ഷയുണ്ട്. അവൾ എന്നെ അമ്മയും ചോദ്യം ചെയ്യുമ്പോൾ അതിന് എന്തെങ്കിലും ഒരു ഉത്തരം അമ്മായി ഏട്ടത്തിയും കൊടുക്കണം. അതല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പറയുമ്പോ അത് ശരിയാണെന്ന് അവളുടെ മുമ്പിൽ വെച്ചെങ്കിലും സമ്മതിക്കണം. ഇവന് വേണ്ടി നമ്മൾ കള്ളം പറയണമെന്നാ ഇവൻ പറയുന്നത്. നോക്കാടെ മോനെ, നീ ഇപ്പൊ ഞാൻ പറഞ്ഞത് ചെയ്യും. അതുപോലെ തന്നെ നീ ഈ വേഷം മാറിയിട്ട് പൂജാ മുറിന്ന് വൃത്തിയാക്ക്. ശരി. ഇതുകൊണ്ടാണ് ഞാൻ അമ്മയോട് പറഞ്ഞത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നാൽ മതിയെന്ന്. എന്നാ പിന്നെ പുറത്ത് റൂം എടുത്ത് താമസിക്കണം. ഇങ്ങ് വന്നേ. അങ്ങനെ രണ്ടിനെയും വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. കിടന്ന് നട്ടം തിരിയട്ടെ ഗോന്നിട്ട.
ഞാൻ നവ്യയുടെ കാര്യം ആലോചിക്കായിരുന്നു കരേ. അവൾ എന്നാലും എല്ലാവരുടെയും മുഖത്ത് കരിവാരി തേച്ച് കളഞ്ഞല്ലോ. ഗോവിന്ദേട്ടാ അതീ നമ്മളെ പിന്തിരിപ്പിക്കണമെങ്കിലേ അഭിയെ പറ്റിയുള്ള സത്യങ്ങൾ അവൾ അറിയണം. അത് അറിയിക്കാൻ നീയൊക്കെ പോയതല്ലേ. എന്നിട്ട് നവ്യയുടെ സംസാരം കേട്ട് നീ അതിൽ നിന്ന് പിന്മാറില്ലായിരുന്നോ? അത് നവ്യമോളായതുകൊണ്ടാ എനിക്ക് പേടി. ഈ വീട്ടിനകത്തുള്ള മറ്റുള്ളവർ ചിന്തിക്കുന്ന പോലെ അല്ല അവളുടെ ചിന്ത. ഗോവിന്ദേട്ടാ സത്യത്തിൽ എനിക്ക് പേടി അവളുടെ സ്വഭാവം. എന്നെക്കാളും പേടിയാ നായന മോൾക്ക്. മൂർത്തി ജ്വല്ലറുടെ എതിരാളികളുമായിട്ടാ അവൾ എഗ്രിമെന്റ് സൈൻ ചെയ്തിരിക്കുന്നത്. മൂർത്തി സാറൊക്കെ സത്യം പറഞ്ഞാൽ അതിനെതിരെ പ്രതികരിക്കാത്തത് നയനെ നമ്മളെയൊക്കെ ഓർത്തിട്ട് മാത്ര. ഇടയ്ക്ക് അങ്ങോട്ടൊന്ന് പോകണം. എന്നിട്ട് അഭിയെ അവന്റെ അമ്മയും വരച്ച വരയിൽ നിർത്തണം. എന്റെ നന്ദമോൾ അപകടത്തിൽപ്പെട്ട് കിടന്നിട്ട് പോലും ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല നവ്യ. ആദ്യം എനിക്ക് അവളോട് നല്ല നാല് വർത്തമാനം പറയണം. ദേ അമ്മ, എനിക്ക് വേണ്ടി ആരെയും വഴക്ക് പറയാനൊന്നും അമ്മ നിക്കണ്ട. എന്നെ കാണാൻ ഇഷ്ടമല്ലാത്തവരിങ്ങോട്ട് വരിക വേണ്ട. മോൾ ഇങ്ങോട്ട് പോവാ. ഇപ്പൊ ചെറുതായിട്ട് നടക്കാച്ചാ, ഒന്ന് റോഡിലൂടെ നടന്നു നോക്കട്ടെ. ഞാനും കൂടെ വരണം മോളെ. ഏയ് വേണ്ടമ്മേ, ഞാൻ ദേ ഇവിടെ ഗേറ്റിന് പുറത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കത്തേ ഉള്ളൂ. ശരി എന്നാ മോളെ പോയിട്ട് വാ. ഗോവിന്ദേട്ടാ അതെ, ഒന്ന് രണ്ട് നല്ല ആലോചനകളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഈ സാധനത്തോട് പറയാൻ പേടിയാ. ഒരു ബന്ധം നിശ്ചയം വരെ എത്തിയതാ. ഇനി പയ്യന്മാരെ കുറിച്ചെല്ലാം അറിഞ്ഞിട്ട് ആലോചനയുമായിട്ട് മുന്നോട്ട് പോയാൽ മതി. അവളുമായിട്ട് യോജിച്ചു പോകുന്ന ഒരുത്തം വേണമല്ലോ. പക്ഷേ ഇപ്പോഴും അവളുടെ മനസ്സിൽ അനിയുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. അങ്ങനെയെങ്കിൽ ആ ബന്ധം നമുക്ക് നടത്താൻ പറ്റുമോ? അതിനെ പ്രോത്സാഹിപ്പിക്കരുത്. ഇപ്പൊ തന്നെ വരുത്തി അനന്തപുരി തറവാട്ടിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ കണ്ടും കേട്ടും മനം മടുത്തിരിക്കുക. അതിന്റെ കൂടെ ഇനി അനിയുടെ അമ്മയ്ക്ക് പോലും ഇഷ്ടമില്ലാത്ത ബന്ധത്തെ പറ്റി നമ്മൾ ഇനി ചിന്തിക്കുപോലും വേണ്ട. നടക്കല്ലേ? മുടന്നേ നടക്കാം. ആരും കൂടെ വരായിരുന്ന ഭാഗ്യായി. എനിക്ക് ഭീഷണിയൊക്കെ ഉള്ളതുകൊണ്ട് അമ്മ കൂടെ വരുമെന്നായിരുന്നു എന്റെ പേടി. ഇവിടെ പുറത്ത് മാത്രമേ നടക്കുന്നുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ടാ വരാതിരുന്നത്. ദേ പെട്ടെന്ന് സംസാരിച്ചിട്ട് പോവാൻ നോക്ക്. ആന്തിരി പോക്കാടി, നിന്നെ എത്ര ദിവസങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഒന്ന് കാണുന്നേ? അന്നത്തെ കാര്യങ്ങൾ ഓർത്തിട്ട് ഇപ്പോഴും എന്റെ നെഞ്ചെടുപ്പ് മാറിയിട്ടില്ല. കട്ടിലിനടിയിൽ നീ ഒളിച്ചിരിക്കുന്നത് എന്റെ അമ്മ എങ്ങാനും കണ്ടിരുന്നെങ്കിൽ അവിടെ കൊണ്ടെല്ലാം തീർന്നേനെ. ഞാനാണ് അവിടെ വന്നതെന്ന് ഏട്ടത്തിക്ക് ചെറിയ സംശയമുണ്ട്. ഏട്ടത്തിക്ക് മാത്രമല്ല, എന്റെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ആ സംശയമുണ്ട്. പിന്നെ ആ വഴിക്കൊന്നും അവരുടെ ചിന്ത പോവാതിരിക്കാൻ വേണ്ടി ഞാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. അല്ല, വീട്ടിലെ കാര്യങ്ങൾ എന്തായി? ആദർശേട്ടൻ മുംബൈയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പില്ല. ഇത്തവണ ഒരു വീഴ്ച ഏട്ടന് സംഭവിക്കരുതെന്ന് എല്ലാവരുടെയും പ്രാർത്ഥന. ഞാനും അച്ഛനും അമ്മയൊക്കെ അങ്ങനെ തന്നെ പ്രാർത്ഥിക്കുന്നത്. മുത്തശ്ശൻ ഈ ഫീൽഡില് 1/2 നൂറ്റാണ്ടിലേറെ എക്സ്പീരിയൻസ് ഉണ്ട്. അത് വെച്ചിട്ട് മുത്തശ്ശൻ പറഞ്ഞു കഴിഞ്ഞു ഞങ്ങളുടെ ജ്വല്ലറിക്കും കുടുംബത്തിനും ഏതോ ഒരു പുതിയ ശത്രു ഉണ്ടെന്ന്. അത് പിന്നെ കാണുമല്ലോ. അതുകൊണ്ടല്ലേ ആദർശനെ ദുബായിലെ ജയിലിലാക്കാൻ നോക്കിയത്. എടി അത് മാത്രമല്ല, ദുബായിലെ ബിസിനസ് ഇടിഞ്ഞതോടെ മൂർത്തീസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ മാർക്കറ്റ് ഇടിഞ്ഞു. സാരല്ലടാ, അപകടം മുൻകൂട്ടി അറിഞ്ഞതുകൊണ്ട് ആദർശേട്ടന് അതിനൊക്കെ അതിജീവിച്ചു വരും. മൂർത്തീസ് ജ്വല്ലറിയെ തറ പറ്റിക്കാൻ ആർക്കും പറ്റത്തില്ല. കാരണമേ സ്വാർത്ഥത ഒട്ടും ഇല്ലാത്ത നിന്റെ ഏട്ടനാ അതിന്റെ MD. പിന്നെ അത്രയും കഴിവൊന്നും ഇല്ലെങ്കിലും നീ ഉണ്ടല്ലോ കൂടെ. ഞാൻ അവരുടെയൊക്കെ തണലാടി. എന്നെ ഏൽപ്പിച്ച ബ്രാഞ്ചുകളൊക്കെ നയിച്ചോണ്ട് പോകുന്നു മാത്രം. അതുകൊണ്ട് ഈ നവീൻ പിന്നീട് വിളിക്കും മറ്റോ ചെയ്തായിരുന്നോ? പിന്നെ എപ്പോഴും വിളിക്കുന്നുണ്ട്. സത്യം പറഞ്ഞ നിനക്ക് എന്നെ വിളിക്കാൻ വിലക്കുള്ളതുകൊണ്ടേ നവീനേട്ടൻ വിളിക്കുന്നതാ ഇപ്പൊ ആകെയുള്ളൊരാശ്വാസം. പിന്നെ നവീനേട്ടൻ വിളിക്കുമ്പോഴും അമ്മ ഓടി വന്ന് നോക്കാറുണ്ട്. നീയാണോ വിളിച്ചതെന്നും പറഞ്ഞ്. ഇടയ്ക്ക് എന്നോട് ചോദിക്കുകയും ചെയ്തു, നിന്റെ നമ്പർ നവീൻ എന്ന് പറഞ്ഞ് ഞാൻ സേവ് ചെയ്തിരിക്കുകയാണോന്ന്. പിന്നെ തിരിച്ചു വിളിക്കാൻ പറയുമ്പോ വിശ്വാസാവും. അല്ല, അവൻ വിളിച്ചിട്ട് എന്താ പറയുന്നത്? അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാറൊന്നുമില്ല. അങ്ങനെ ഒരു വക്കീല്, ഞാനൊരു പോലീസ് ഓഫീസർ. ഞങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളെ കൂടുതലും സംസാരിക്കാറ്. എടാ, എനിക്കൊരു സംശയം. ഇനി നവീനേട്ടന്റെ മനസ്സിലുള്ള പോലീസ് ഓഫീസർ ഞാനെങ്ങാനും ആയിരിക്കും? അല്ല, അങ്ങനെയാണോ അവൻ പറഞ്ഞോ? ഏയ് പറഞ്ഞില്ല. എന്നെ പോലെ ഒരു പോലീസ് ഓഫീസറിനെയാണ് നവീനേട്ടൻ സ്നേഹിക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അല്ല, അതിനിപ്പോ ആണെന്നിരിക്കട്ടെ. അങ്ങനെയെങ്കിൽ നീ അതിനെ പോസിറ്റീവായിട്ട് എടുക്കോ? എപ്പോ എടുത്തെന്ന് ചോദിച്ചാ പോരെ. ഞങ്ങൾ വക്കീലും പോലീസ് ഓഫീസറുവാ, നിയമം കൈകാര്യം ചെയ്യുന്നവരുവാ. അങ്ങനെയുള്ളവര് ഒന്നിക്കുന്നതല്ലേടാ നല്ലത്. അല്ല, ഇനിയിപ്പോ അങ്ങയുടെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ആദ്യം പറയുന്നത് നിന്നോടായിരിക്കുമല്ലോ. ഏയ്, എന്നോടവൻ ഇതുവരെ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. ഇനി പറഞ്ഞാലോ? പറഞ്ഞാലും നിന്റെ കാഴ്ചപ്പാടിതല്ലേ. പിന്നെ എന്റെ അഭിപ്രായത്തിന് എന്ത് പ്രസക്തിയുള്ളേ? എടാ മണ്ട, അപ്പൊ അങ്ങനെയാണോ നീ മനസ്സിലാക്കിയിരിക്കുന്നത്? പ്രേമത്തെ പറ്റി കേൾക്കുന്നത് പോലെ ഒരു സമയത്ത് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെയുള്ള ഞാൻ ആദ്യമായിട്ട് പ്രണയിച്ച നിന്നെ അങ്ങനെ ഒരു അബദ്ധം എനിക്ക് പറ്റിപ്പോയി. അതുകൊണ്ട് ഇനി ആദ്യമായിട്ട് പ്രണയിച്ച പയ്യനെ എന്റെ മനസ്സിൽ നടത്താളാനൊന്നും എനിക്ക് പറ്റില്ല. അത് മാത്രമല്ലല്ലോ, ഞാൻ നമ്മുടെ ഫ്രണ്ട്സിന്റെ ബൈക്കിന്റെ പിന്നാലെ ഇരുന്ന് പോവുകയും അവരുമായിട്ട് നന്നായിട്ട് മിങ്കിൾ ചെയ്യുകയും ചെയ്യുന്ന ആളാ. പക്ഷെ അതിനപ്പുറം ഇടപഴകിയിട്ടുള്ളത് നീയുമായിട്ടാ. അന്ന് നീ കട്ടിലിന്റെ അടിയിൽ കിടന്നിട്ട് യാത്ര ചോദിച്ചു പോകുമ്പോഴേ അധികാരത്തോടെ നീ എനിക്ക് മുത്തം നൽകിയത്. അങ്ങനെ എത്രയോ തവണ സംഭവിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള നിനക്ക് ഞാൻ മനസ്സ് തന്നിട്ട് ഇനി മറ്റാർക്കെങ്കിലും എനിക്കത് കൊടുക്കാൻ പറ്റുമോ? അത്രയും കേട്ടാ മതി എനിക്ക്. എന്നാലും നിന്നെ ഇപ്പൊ ഞാൻ ശ്രദ്ധിക്കുന്നൊക്കെ ഉണ്ട്. നിനക്കൊരുമാതിരി വൃത്തികെട്ട കോംപ്ലക്സ് ഒക്കെ ഉണ്ട്. ഇനി കല്യാണം കഴിഞ്ഞാ നീ വലിയൊരു സംശയരോഗിയാവുന്ന എന്റെ പേടി. കല്യാണം കഴിഞ്ഞതുണ്ടാവില്ല, പക്ഷേ കല്യാണത്തിന് മുമ്പ് അങ്ങനെ ആവാനുള്ള സാധ്യതയുണ്ട്. അല്ല, അത് മറ്റൊന്നും കൊണ്ടല്ല. നിന്റെ അച്ഛനും അമ്മയും ഏട്ടത്തിമാരും ഈ ബന്ധത്തെ എതിർക്കുന്നതുകൊണ്ടാ. അങ്ങനെ അവർ ശക്തമായിട്ട് എതിർക്കുമ്പോ എപ്പോഴെങ്കിലും നിന്റെ മനസ്സ് മാറിയാലോ? അങ്ങനെ മനസ്സ് മാറിയാലും ഞാൻ മറ്റൊരാളുടെ ജീവിതത്തിലേക്കൊന്നും പോവില്ല. ഞാൻ വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അത് നിന്നെയാ. അല്ലെങ്കിലേ എനിക്ക് അങ്ങനെ ഒരു ജീവിതം വേണ്ടടാ. അല്ലെങ്കിൽ തന്നെ എന്നെ പോലെ കാക്കിയിട്ടൊരു പോലീസ് ഓഫീസറിനെ ഒരുമാതിരിപ്പെട്ട ആൾക്കാരുമായിട്ടൊന്നും ഒന്നിച്ചു പോകാനൊന്നും പറ്റത്തില്ല. അപ്പോഴേ അമ്മ ഇടയ്ക്ക് പുറത്തിറങ്ങി നോക്കും. ആ സമയത്ത് നീയുമായിട്ട് സംസാരിച്ചിരിക്കുന്ന കണ്ടല്ലേ പിന്നെ എനിക്ക് പുറത്തിറങ്ങാൻ പോലും പറ്റില്ല. അതുകൊണ്ട് ഞാൻ പോവാ. അല്ല,
ബൈക്കിൽ കയറുകയാണെങ്കിൽ നമുക്കൊന്ന് ചുറ്റിക്കറങ്ങിട്ട് വരാം. അത് തന്നെ അങ്ങ് ചുറ്റിയാ മതി. എന്നെ കൂടുതൽ ചുറ്റിക്കൊന്നും വേണ്ട. ശരി. സന്തോഷമായി. സ്നേഹിക്കുന്ന പെണ്ണ് തരുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, അതിന്റെ ശക്തി പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എന്നാലും നവീനെ പോലൊരുത്തരുടെ മനസ്സിൽ ഇവളാണെന്ന് അറിഞ്ഞാൽ ഇവളുടെ അച്ഛനും അമ്മയും നയനടുത്തിയൊക്കെ ആ ബന്ധത്തിന് പച്ചക്കൊടി കാണിക്കും. ഇതൊക്കെ നവീനോട് നല്ല മതിപ്പുമാണ്. അതുകൊണ്ട് തൽക്കാലം അവന്റെ ആഗ്രഹം മനസ്സിൽ തന്നെ വെച്ചിട്ട് താഴിട്ട് പൂട്ടുന്നേ നല്ലത്.